എനിക്ക് ഒരുപാട് കുട്ടികളെ കാണാനും അവരുടെ കഴിവുകൾ കണ്ട് ആസ്വദിക്കാനും സാധിച്ചിട്ടുണ്ട്. ഈ വർഷം നമ്മൾ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് പ്ലാൻ ചെയ്ത ഒരു പ്രോഗ്രാമാണിത്. എന്തുകൊണ്ടെന്ന് വെച്ചാൽ നമ്മൾ അടുത്ത വർഷം കണ്ടക്ട് ചെയ്യാനുള്ള ഒരുക്കത്തിലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ വർഷം വളരെ ലളിതമായി ഇങ്ങനെ ഒരു ചടങ്ങ് നടത്തിയാൽ മതിയെന്ന് തീരുമാനിക്കുകയും അതിന് കീഫ്രെയിം ഇന്റർനാഷണൽ എല്ലാമായ റാഫിൽ സാറും അദ്ദേഹത്തോടൊപ്പം അതിലെ എല്ലാ സഹായ സഹകരണങ്ങളും നൽകുന്ന കുഞ്ഞിമാഷും കീഫ്രെയിംസിന്റെ പ്രിയപ്പെട്ട കുട്ടികളായ ചെയർപേഴ്സൺ, ജനറൽ സെക്രട്ടറി, അപ്പൊ എല്ലാവരും കൂടി തീരുമാനിച്ചു ഈ വർഷം വളരെ ചുരുങ്ങിയ രീതിയിൽ മാത്രം മതി. അതുകൊണ്ടാണ് നമ്മൾ വളരെ കുറച്ച് കുട്ടികൾ മാത്രമേ ഇവിടെ എത്തിയിട്ടുള്ളൂ. കീഫ്രെയിം ഇന്റർനാഷണൽ പറയുമ്പോൾ കേരളത്തിലെ എല്ലാ ജില്ലകളിലുമുള്ള കുട്ടികൾ നമ്മുടെ ആയിട്ടുണ്ട്. മാത്രമല്ല ഇന്ത്യക്ക് പുറത്ത് വിദേശ രാജ്യങ്ങളിലുള്ള കുട്ടികളും ഉണ്ട്. അവരിൽ കഴിഞ്ഞ വർഷം പല UAE-യിലൊക്കെയുള്ള പല കുട്ടികളും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വന്നിട്ടുണ്ട്. അവർക്കൊക്കെ ഇത് ഭയങ്കര സങ്കടമായിരിക്കും, കാരണം അവരെ അത് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. നമുക്ക് അടുത്ത വർഷം ഏറ്റവും വിപുലമായ രീതിയിൽ നമ്മളത് നടത്തുമെന്ന് ഞാൻ അറിയിക്കുകയാണ്. അപ്പോൾ ഒരിക്കൽ കൂടി ഇവിടെ എത്തിയ എല്ലാവരെയും കീഫ്രെയിമിന്റെ പേരിൽ കീഫ്രെയിമിന്റെ പേരിലുള്ള സ്നേഹം ഞാൻ അറിയിക്കുകയാണ്. നമുക്ക് ഇന്നിവിടെ ഉദ്ഘാടനം നിർവഹിക്കാൻ എത്തിയിട്ടുള്ളത് നമ്മുടെ കലാപരമായ ഒരുപാട് കഴിവുകളുള്ള ഒരു വ്യക്തിത്വമാണ്. ഒരുപാട് ഇൻസ്ട്രുമെന്റ്സുകളിൽ കൂടി നമ്മുടെ മനസ്സിലെ കുളിർമഴ പെയ്ക്കുന്ന ശ്രീ ജയനിയങ്കട്ട് ജയ്ബാൻഡ് എന്ന പേരിൽ നടത്തുന്ന ജയനിയങ്കട്ട് സാറിനെ ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ക്ഷണിച്ചു. നമസ്കാരം. കീഫ്രെയിംസിന്റെ ഉദ്ഘാടനം ചെയ്യണമെന്ന് ചെറിയ പ്രോഗ്രാമുണ്ട്. പിന്നെ കുട്ടികൾ സംഗീതം വോക്കൽ പഠിക്കുന്ന കുട്ടികൾ സംഗീതം പഠിക്കുന്ന കുട്ടികൾ ഇൻസ്ട്രുമെന്റ് കീബോർഡ് ഒരാൾ അപ്പൊ നിങ്ങൾ ഇൻസ്ട്രുമെന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ വേറെ ആക്ടിവിറ്റീസ് മൊബൈൽ രക്ഷിതാക്കൾ അറിയാമെന്ന് പറയുന്നു. ഈ മൊബൈല് അധികം മൊബൈലിന്റെ ആസക്തി, ഗെയിമിന്റെ ആസക്തി കുറെ നല്ലൊരു വഴിയാണ് ഈ ഇൻസ്ട്രുമെന്റ് അതിന് പഠിപ്പിക്കണം. അപ്പൊ നിങ്ങൾക്ക് മൊബൈൽ മൊബൈൽ ആസക്തി കൂടുതലുണ്ട്.
അറിയാലോ അങ്ങനെയാണുള്ളത്. വലിയവരും മൊബൈല് മക്കൾ മൊബൈല്. അപ്പൊ അതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ കാസർഗോഡ് ഫസ്റ്റ് ഞാനുണ്ടായിരുന്നു. എന്നിട്ട് പാട്ടൊക്കെ ഞാൻ വായിച്ചത്. അപ്പോൾ വേറെ സംസാരിക്കാനില്ല. കാരണം ഞാൻ എൻ്റെ കുറച്ച് മ്യൂസിക് കുട്ടികളിലേക്ക് പകരുവാനുള്ള അപ്പോൾ അപ്പൊ ഞാൻ 2-3 സംഗതികൾ വായിച്ചിട്ട് നമുക്ക് കുട്ടികളെ പരിപാടി ചെയ്യുന്നതായിരിക്കും കൂടുതൽ. ഇല്ല പ്രതിഭാണ് രണ്ടാമത് പൈസ. അപ്പൊ ഞാൻ കുട്ടികളെ പ്രതീക്ഷിച്ചു. അപ്പൊ കുട്ടികൾക്ക് പരീക്ഷണം ചെയ്യാൻ കുട്ടികളെ വെച്ചിട്ട് മ്യൂസിക് എത്രമാത്രമുണ്ട്, എത്രമാത്രം പാട്ട് ശ്രദ്ധിക്കുന്നുണ്ട് എന്നറിയാൻ വേണ്ടി പദ്ധതി ഞാൻ തയ്യാറാക്കിയാണ്. കുട്ടികൾ പഴയ പാട്ടുകളാണ് എൻ്റെ അച്ചീവ്. പഴയ പാട്ടുകളാണ്. ഇപ്പോഴത്തെ കുട്ടികൾ പഴയ പാട്ടിന് അറിയില്ല. പക്ഷെ ഇതൊക്കെ ഷോയിൽ പോകുന്നത് അറിയോ? നമ്മുടെ ഫ്ലവേഴ്സിന്റെ പ്രോഗ്രാം അതെല്ലാം നന്ദി പറയുന്നത്. കുട്ടികൾ പഴയ പാട്ടുകളാണ് പാടുന്നത്. ആ പ്രോഗ്രാം കൊണ്ട് അങ്ങനത്തെ ഗുണമുണ്ടായി. വെച്ചാൽ കുട്ടികളല്ലെങ്കിൽ പഴയ പാട്ടുമായിട്ട് വലിയ ടച്ചില്ലാത്ത ആൾക്കാരായിരിക്കും. പക്ഷെ ഈ കൊണ്ട് ഈ പ്രോഗ്രാം കാണുന്നവരും കുട്ടികൾ പഠിക്കുന്നവരൊക്കെ കുട്ടികൾ പഴയ പാട്ടുകളാണ് പാടിപ്പെട്ടിട്ടുണ്ട്. അപ്പം അത് നല്ലൊരു കാര്യമാണെന്നുള്ളത് എന്നിട്ട് അപ്പൊ കുട്ടികളെ എന്നിട്ട് പാട്ടിന്റെ ഇൻട്രോഡക്ഷൻ വായിക്കും. ഏതാണ് പാട്ട് പറയണം. ഓക്കെ, വലിയവർക്ക് മനസ്സിലാവാൻ നോക്കാൻ വേണ്ടിയിട്ടാണ്. കുട്ടികളെ സീറ്റ് മുന്നോട്ട് വരുന്നതായിരിക്കും ഗുണം ചെയ്യുന്നത്. എന്നാലും പറയുന്നത് ഓക്കെ. മുമ്പിലേക്ക് പോകാം. സ്ഥലം ഇവിടെ വേറെ ഇൻസ്ട്രുമെന്റൊന്നുമില്ല. ഞാൻ കീബോർഡ് തബലൊക്കെ ആ പരിമിതി ഉള്ളിൽ ഒന്നും ചെയ്യും. ഓക്കെ, നിങ്ങൾക്ക് ഒരു ടാസ്ക് ആണ് ഞാൻ പറയാൻ പോവാം. കടലോട്ട് പോകാം. ഞാൻ കുറച്ചുകൂടെ ഓക്കെ. ഞാനൊരു പാട്ടിന് ഇൻട്രോഡക്ഷൻ വായി. ഏത് പാട്ടുകൾ പറയണേ അറിയോ? നിങ്ങൾ കേട്ട പാട്ടാണ് നിങ്ങൾ പറയുന്നത് നമുക്കറിയാം. അതൊരു ചോദിക്കുന്നതാണ്.
പാടിയാൻ പറ്റും. ഒരു സിനിമയിൽ മ്യൂസിക് മമ്മൂട്ടിയുടെ പടത്തിലല്ല ഏത് പടം നിങ്ങൾ പറയണം, നിങ്ങൾക്ക് അറിയില്ല. ആ മ്യൂസിക്കില്ലാതെ ആ മ്യൂസിക്കാണ് ആ പടത്തിന് ആയിക്കട്ടെ. പടം നിങ്ങൾ പറയണം. കേട്ടിട്ടുണ്ട് മ്യൂസിക്? സിനിമ അറിയാം. കഥ പറയുമ്പോൾ ഒരു സെക്ഷനിൽ മമ്മൂട്ടി ശ്രീനിവാസനെ കാണുന്ന പോലെയുള്ള പാത്രമായ ശ്രീനിവാസനെ കാണുന്ന പോലെ ആ മ്യൂസിക്കാണ്. ഇഷ്ടപ്പെടുന്നത് ഞാൻ പറയുന്നത് ഇഷ്ടപ്പെടുന്നുണ്ടോ? ഒരു കയ്യടി ഒന്ന്. വേറെ സിനിമയിൽ മ്യൂസിക്കാണ്. ഇതിന്റെ പേര് റെക്കോർഡ് എന്ന് പറഞ്ഞ ഇൻസ്ട്രുമെന്റ്. ഞാൻ 3-4 ഇൻസ്ട്രുമെന്റ് വായിക്കും. സാക്സോൺ വായിക്കും. അത് എടുക്കില്ല. വേറെ പരിപാടിക്ക് പിന്നെ അത് ആൾട്ടോ സാക്സോൺ ഞാൻ ആ സമയത്ത് പറയാം. ക്ലാരിനെറ്റ് ഒന്നും കൊടുക്കില്ല. അതൊക്കെ സാധനം നിങ്ങളെ പ്രോഗ്രാം ഇഷ്ടപ്പെടുന്ന പെട്ടെന്ന് കൊടുക്കാനും. ഇത് റെക്കോർഡ് എന്ന ഇൻസ്ട്രുമെന്റ്. ഇതൊരു സിനിമയിൽ കുട്ടിയെ വായിക്കുന്നത് വായിക്കട്ടെ. നല്ല ശബ്ദം. ഇതൊരു മനുഷ്യനെ പോലെ തന്നെയാണ്. ഇത് ബോഡി, തല, കഴുത്ത് അങ്ങനെയാണ്. അതിനാണ് മനുഷ്യനിലൊക്കെ എങ്ങനെയുണ്ട് ബോഡി ഉണ്ടാവും. നമ്മുടെ വായിക്കുന്ന സ്ഥലം നമ്മൾ ശബ്ദം ഉണ്ടാകുന്നില്ലേ, മനുഷ്യന്റെ തന്നെയാണ് ഇതാണ്. പല പക്ഷികളുടെ ശബ്ദം ഉണ്ടാകും. കഴിച്ചാൽ അങ്ങനെ പക്ഷേ ശബ്ദം ഊതിക്കിട്ടത് ഇപ്പൊ ശബ്ദമില്ല. ശബ്ദം കേട്ടിട്ടുണ്ടാവും. രാവിലെ ഒന്നേലും ശബ്ദം കിട്ടാം. ശബ്ദം നമുക്കൊരു പാട്ട് ഫുള്ള് വായിച്ചു എന്റെ ക്ലോസ് ആയിട്ട് നിങ്ങൾ പ്രോഗ്രാം എന്തേ ഓക്കെ. ഒരു കയ്യടി പ്രിപ്പയർ ചെയ്ത് എനിക്ക് പറയാനുള്ളത് നമ്മള് ഈ നിങ്ങളെല്ലാം വലിയ വലിയ ആർട്ടിസ്റ്റമാരാവുന്ന കാലത്ത് കൃത്യനിഷ്ഠ കൃത്യനിഷ്ഠ വലിയ രാജകുമാരികളൊക്കെ ഗായികമാരോ ഇൻസ്ട്രുമെന്റ് വായിക്കുന്നവരാണോ. നമ്മളിപ്പോൾ 9 ഒരു പരിപാടി പറഞ്ഞാൽ ഒരു 9:15 നമുക്കാലത്ത് തുടങ്ങുന്നതായിരിക്കും. ഞാൻ 9 മണിക്ക് കൃത്യനിഷ്ഠ നല്ലത് ജീവിതത്തിൽ. ഇല്ലെങ്കിൽ ജീവിതത്തിൽ എല്ലാവർക്കും കൃത്യനിഷ്ഠ ഇല്ലാതെ കുട്ടിക്ക് ഞാൻ പറയുന്നത് വലിയവരോട് കാര്യമില്ല. അത് വൈകി നിങ്ങൾ വളർന്നപ്പോൾ 10 മണി പറഞ്ഞാൽ സ്കൂളിൽ 10 മണിക്ക് ബെല്ലടിക്കുന്ന 10 മണിക്ക് നിങ്ങൾ പോലെ എല്ലാവരും അതുപോലെ എത്തണം. സിനിമക്ക് ഏറെ പോലെ 8 മണിക്ക് സിനിമ പോലെ അതുപോലെ
കൃത്യനിഷ്ഠയുടെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ലോണം നമ്മൾ ചെയ്യും കേട്ടോ. ചില സമയത്തെല്ലാം വൈകി പോകാല്ലേ, എങ്കിൽ കൂടി അത് പാലിക്കാൻ നിങ്ങൾ ശ്രമിക്കണം കുട്ടികളോട്. ഓക്കെ.
ഇനി നിങ്ങൾ പരിപാടി കാണട്ടെ. പ്രോഗ്രാം തകർക്കുക. ഓക്കെ, എല്ലാവരും ഉഷാറായില്ല? എൻ്റെ പാട്ടുകൾ ഉഷാറായില്ലേ? താങ്ക് യു. ഉദ്ഘാടനം ചെയ്തതായിട്ട് ഒന്നുകൂടി ഞാൻ പ്രഖ്യാപിക്കുകയാണ്. ഓക്കെ. അടുത്തതായി കീപ്രേം ഇന്റർനാഷണൽ നിലവിലെ ബാലവേദിയുടെ പ്രോഗ്രാം കോർഡിനേറ്ററായ അനുഗ്രഹയെ ആശംസ അറിയിക്കാനായി ക്ഷണിച്ചു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ MA8-ലാണ്. അപ്പോൾ ഞാൻ ഈ ഫ്രണ്ട്സിന്റെ ബാലവേദി പ്രോഗ്രാം കോർഡിനേറ്ററാണ് നിലവില്. അപ്പോൾ ഇന്നിവിടെ ഈ ഫ്രണ്ട്സിന്റെ 9th ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് പ്രോഗ്രാം നടക്കുകയാണ്. അപ്പോൾ ഈ പ്രോഗ്രാമിന് എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. അടുത്തതായി ഈ പ്രോഗ്രാമിനെ കീപ്രേം ഇന്റർനാഷണൽ ബാലവേദി ജനറൽ സെക്രട്ടറി ഐഷ സജിനെ ക്ഷണിച്ചു. ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഐഷ സജി, കീപ്രേംസ് ബാലവേദി ജനറൽ സെക്രട്ടറിയാണ് ഫ്രം ട്രിവാൻഡ്രം. അപ്പോൾ ഇന്നിവിടെ എത്തിച്ചേർന്ന എല്ലാവരും ആദ്യം തന്നെ ഇന്നത്തെ ഇവിടുത്തെ ചീഫ് ഗസ്റ്റായ ജയൻ ഇയ്യക്കാട് സാറിനും പിന്നെ വാക്കുട്ടിക്കും അതുപോലെ ടീച്ചറിനും റാഫിയും കുഞ്ഞിമാഷിനും പിന്നെ ഇവിടെ എത്തിച്ചേർന്ന എല്ലാവർക്കും എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും കീപ്രേംസ് ഇന്റർനാഷണൽ പേരിലും എൻ്റെ പേരിലും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കാൻ. താങ്ക് യു. അടുത്തതായി കീപ്രേം ഇന്റർനാഷണലിന്റെ പുതിയ ഭാരവാഹികളെ തെരഞ്ഞെടുക്കുന്ന ഒരു ചടങ്ങാണ്. അതിനുവേണ്ടി കീപ്രേം ഇന്റർനാഷണലിന്റെ ചെയർപേഴ്സണായ എല്ലാവർക്കും നമസ്കാരം. ആദ്യം ബാലവേദിയുടെ നിയമാവലികളാണ് പറയുന്നത്. നമ്മുടെ ഗ്രൂപ്പിൽ പുതിയതായിട്ട് ചില നിയമങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ കീപ്രേംസിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞു. ഇന്നത്തെ കാലം നമ്മൾ പല രീതിയിലും വേട്ടയാടിക്കൊണ്ടിരിക്കുകയാണ്. വൈറസായി പ്രളയമായൊക്കെ നമ്മളെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു സമയത്ത് കീപ്രേംസ് സംഘടന പ്രോഗ്രാം ഏർപ്പാടാക്കിയിട്ട് എല്ലാവരെയും ഒത്തുചേർത്ത് എല്ലാവർക്കും സന്തോഷങ്ങൾ അവരുടെ എക്സ്പീരിയൻസസ് ഷെയർ ചെയ്ത് പരസ്പരം സ്നേഹങ്ങൾ പങ്കുവെച്ച് ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന റാഫിയങ്ങളോടും കുഞ്ഞിമാഷിനോടും ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ ഇതിൽ ചേർത്ത് അംഗമായിട്ട് 7 വർഷം തന്നെയാണ്. എനിക്കതിൽ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ സൗദിയിലായിരിക്കുന്ന സമയത്ത് എനിക്കൊരു കൂട്ടുകാരിയായിട്ട് എൻ്റെ കൂടെ എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന കീപ്രേംസ് തന്നെയായിരുന്നു. ഇതിൻ്റെ ബാലവേദി ചെയർപേഴ്സൺ ആകാൻ സാധിച്ചത് ഒരുപാട് സന്തോഷം തോന്നുന്നു. അതുപോലെ തന്നെ കുട്ടികൾ വരും പോകും. ചില കുട്ടികൾ ഇതിൽ നിന്നും പോകും. എന്നാൽ കീപ്രേംസുമായിട്ടുള്ള അനുഭവം ഒരിക്കലും കീപ്രേംസിനെ മറക്കാൻ പറ്റില്ല. ഇങ്ങനൊരു കാര്യം കീപ്രേംസ് പല രൂപത്തിലും കുട്ടികളെ പ്രോത്സാഹിപ്പിക്കുകയും അതുപോലെ തന്നെ അവരെ ഒത്തുചേർക്കുകയും അവരുടെ സന്തോഷങ്ങൾ പങ്കുവെക്കുകയും ചെയ്യുന്ന ഒരു സംഘടന ഈ ഭൂമിയിലൊന്നും ഉണ്ടാകില്ല എന്ന് തന്നെ നമുക്ക് പറയാം. അതിൽ എനിക്ക് ഒരുപാട് അഭിമാനം തോന്നുന്നുണ്ട്. കാരണം ഇത്രയും നല്ലൊരു ബാലസംഘടന നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിട്ട് മാത്രം ഉണ്ടാക്കിയ ഒരു ബാലസംഘടന ഉപയോഗത്തിന് ഉണ്ടാകില്ല. കാരണം അത്രയ്ക്ക് സ്പെഷ്യലാണ് കീപ്രേംസ്. പിന്നെ കീപ്രേംസിനെ കുറിച്ച് പറയാനായിട്ട് എനിക്ക് ഒരുപാടുണ്ട്. അപ്പം ഞാനത് ഒരുപാട് പറയുന്നില്ല. നമുക്ക് നമ്മുടെ ബാലവേദിയുടെ നിയമാവലികൾ പറയണം. അതുകൊണ്ട് കീപ്രേംസിന്റെ നിരവധി മൂവീസ് 118 ആൽബങ്ങൾ എല്ലാം നമുക്ക് അഭിമാനിക്കാവുന്ന നിമിഷങ്ങളാണ്. നമ്മുടെ ആൽബങ്ങളുടെ സപ്പോർട്ടുമായി നിന്ന് ശ്രീ ശരത് സർ, ശ്രീ മധുബാലൻ സർ, ശ്രീ അഫ്സാൻ സർ, ശ്രീ ദേവാനന്ദ് സർ, ശ്രീ സുദീപ് സർ, ശ്രീ ശ്രീകാന്ത് സർ എന്നീ ടോപ്പ് സിംഗേഴ്സും സ്റ്റാർസും നമുക്ക് അഭിമാനങ്ങളാണ്. കൂടുതൽ ദീപിപ്പിക്കില്ല. ഇനി ഞാൻ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. ഇപ്പോൾ ഞാൻ പറയുന്നത് കീപ്രേംസ് ബാലവേദിയുടെ കീപ്രേംസ് ഗ്രൂപ്പിന്റെയും റൂൾസ് ആൻഡ് റെഗുലേഷൻസ് കൂടാതെ പുതിയ ഭാരവാഹികളെ തിരഞ്ഞെടുക്കുന്ന ചടങ്ങുമാണ്. ഇന്നലെ കീപ്രേംസിലെ തീരുമാനങ്ങൾ ഭാരിക സ്ഥാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഇന്ന് മുതൽ കീപ്രേംസിന്റെ എല്ലാ ഉത്തരവാദിത്തവും കീപ്രേംസ് ബാലവേദിയാണ്. എന്ത് പ്രോഗ്രാം ആയാലും ആൽബങ്ങൾ പാടാനാണ് കീപ്രേംസിന്റെ ബാലവേദിയിലെ കുട്ടികളെ കോൺടാക്ട് ചെയ്യുക.
നിങ്ങൾക്ക് നിങ്ങളുടെ പരിപാടിയുടെ ഫോട്ടോസോ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും പോസ്റ്ററോ ഇട്ട് അറിയിക്കാനുണ്ടെങ്കിൽ അത് ദയവ് ചെയ്ത് ഗ്രൂപ്പിൽ തന്നെ അറിയിക്കുക. കുഞ്ഞിമാഷിൻ്റെയും റാഫിൻ്റെയും പേഴ്സണൽ വാട്സാപ്പിൽ മെസ്സേജ് അയച്ച് അവരെ ബുദ്ധിമുട്ടിക്കാതിരിക്കുക എന്ന് അഭ്യർത്ഥിക്കുന്നു. പിന്നീട് ഒരാഴ്ച ഒരു ലൈവ്, 2 ആഴ്ച കൂടുമ്പോൾ അന്താക്ഷരി. നേരത്തെ നമ്മൾ അന്താക്ഷരി നടത്തിയിരുന്നു, എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പാട്ട് മാത്രമായിട്ട് നമ്മൾ മുന്നത്തെ അന്താക്ഷരിയെ പലതും ഇൻക്ലൂഡ് ചെയ്തിട്ടായിരുന്നു ചെയ്തത്. പക്ഷെ ഇതിനകത്ത് വെറും പാട്ട് മാത്രമായിട്ടുള്ള ഒരു അന്താക്ഷരിയാണ് നടത്തുന്നത്. പിന്നെ ഓരോ 2 ആഴ്ച കൂടുമ്പോഴും ഒരു ചെറിയ കോമ്പറ്റീഷനും കുസൃതി ചോദ്യങ്ങളും ഒക്കെ ആയിരിക്കും. പിന്നെ വരുന്നത് ഒരു ഡിബേറ്റ് പോലെ നമ്മുടേതായ കാര്യങ്ങൾ നമ്മൾ ചർച്ച ചെയ്യുകയും കളിതമാശകളാണ് നമ്മുടെ ഒരു ലോകം. നമ്മൾ നമ്മുടെ ഒരു ലോകത്തെ സൃഷ്ടിക്കാറുണ്ട്. അപ്പൊ കൂടാതെ പിന്നെ സ്റ്റേജ് പ്രോഗ്രാംസ് കിട്ടുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവും. നമുക്ക് പല സ്റ്റേജിലും പല പല എക്സ്പീരിയൻസ് ആയിട്ട് ഉണ്ടാവും. ചിലപ്പോൾ ഭയങ്കര സന്തോഷം, ചിലപ്പോൾ സങ്കടകരമാണ്. അപ്പം അതൊക്കെ നമ്മൾ ഗ്രൂപ്പിലൂടെ ഷെയർ ചെയ്ത് നമ്മുടെ ഫ്രണ്ട്ഷിപ്പ് കുറച്ചുകൂടി വലുതായിട്ട് അതിനെ കണ്ടിന്യൂ കൊണ്ടുപോകാം. ഇനി അടുത്തതായി കീ ഫ്രെയിംസിലെ പുതിയ ഭാരവാഹികളെ പരിചയപ്പെടുത്താം. അപ്പോൾ ഞാൻ വിളിക്കാൻ പോകുന്ന ദയവായി സ്റ്റേജിൽ വരിക. നമ്മുടെ ഈ വർഷത്തെ ഭാരവാഹികളുടെ സെക്രട്ടറി ആയിഷ ചേച്ചി, പ്രോഗ്രാം ഡയറക്ടർ അനുഗ്രഹ വിനയകുമാർ, പ്രോഗ്രാം കോർഡിനേറ്റർ സൈഗ, പക്ഷേ സൈഗത്തിന് വരാൻ കഴിയില്ല, അച്ഛൻ സുഖമില്ലാത്തതുകൊണ്ട്. ജോയിന്റ് സെക്രട്ടറി സാനിധ്യ സന്തോഷ, മീഡിയ കൺവീനർ ദേവാനി കരി, എക്സിക്യൂട്ടീവ് മെമ്പേഴ്സ് ജാനി, ദക്ഷ, ഹരിചന്ദ്ര, അനഘ ശ്രീകല, ശ്രീനന്ദ ബാബുര, അനുഷ്ക പ്രിയ, അനാമിക എസ്വരം, ദിയ രജ, സൗപർണിക സരു, ദിവ്ന ജോയ്. ഇത് ചില കുട്ടികളില്ല വന്ന ചില പരിപാടിക്ക്. കൂടാതെ തന്നെ ഫ്രണ്ട്സിന്റെ ബാലവേദി വർഷവും ഞാനാണ്. അപ്പോൾ ഇത്രയും ആണ് ഈ വർഷം 2020 കീ ഫ്രെയിംസിൽ നടത്തുന്നത് ഈ കുട്ടികളായിരിക്കും. സോ എല്ലാവരും ഇന്റർനാഷണൽ കീ ഫ്രെയിംസ് ബാലവേദിയെയും ഹൃദയം നന്ദി അറിയാം. സോ പുതിയ റെസ്പോൺസിബിലിറ്റീസ് കിട്ടിയിരിക്കുകയാണ്. സോ കൺഗ്രാറ്റുലേഷൻസ് ആൻഡ് ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. പുതിയ ഭാരവാഹികൾക്ക് എല്ലാവർക്കും എന്റെ ഹൃദയത്തിന്റെ ആശംസകൾ. ഇത് തികച്ചും കുട്ടികളുടെ മാത്രം ഒരു സംഘടനയാണ്. അതുകൊണ്ട് തന്നെ ഇനിയിപ്പം ഇത് നയിക്കേണ്ടതും ഈ കുട്ടികൾ തന്നെയാണ്. നിങ്ങൾ എല്ലാവരും വളരെ ആക്റ്റീവായി നിന്നാൽ മാത്രമേ നമ്മുടെ കീ ഫ്രെയിം ഇന്റർനാഷണലിനെ ഇനിയും ഉയരങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റൂ. ഇതിന്റെ ചെയർമാനായ പ്രോഗ്രാം കോർഡിനേറ്ററായ സാറിനാണെങ്കിലും എനിക്കാണെങ്കിലും ഞങ്ങൾക്ക് ഓരോരോ പ്രൊഫഷൻ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നവരാണ്. അപ്പോൾ പല തിരക്കുകളിലും പെട്ട് എപ്പോഴും നമ്മൾക്ക് ഇതിൽ ആക്റ്റീവ് ആവാൻ പറ്റില്ല. നിങ്ങളുടെ കൂടെ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ നിൽക്കും എന്ന് ഉറപ്പു തരാണ്. പക്ഷെ നിങ്ങൾ വേണം ഇനി തീരുമാനങ്ങൾ എടുക്കാൻ, നിങ്ങൾ വേണം ഇത് നയിക്കാൻ. അപ്പൊ ഒരിക്കൽ കൂടി പറയണം, ഈ കുട്ടികൾക്ക് ആക്റ്റീവ് അല്ലാത്ത കുട്ടികളെ ആ ഗ്രൂപ്പിൽ നിന്ന് റിജക്ട് ചെയ്യാനുള്ള എല്ലാ അവകാശങ്ങളും ഉണ്ടായിരിക്കും. അപ്പൊ നമ്മുടെ കാര്യത്തിന് മാത്രം ഗ്രൂപ്പിനെ ആശ്രയിക്കുന്ന ഓരോ പ്രവണത നന്നല്ല. നമ്മൾക്ക് പ്രോഗ്രാം കിട്ടുന്നതിനോടൊപ്പം തന്നെ നമ്മൾ ആക്റ്റീവായി ആ ഗ്രൂപ്പിനെ നമ്മൾ മുമ്പോട്ട് നയിക്കണമെങ്കിൽ എല്ലാ കുട്ടികളും ഒരുപോലെ വേണം. കുറച്ച് കുട്ടികൾ മാത്രം അവരുടെ കാര്യങ്ങളുമായി ബാക്കി കുട്ടികൾ ഇതിൽ തന്നെ ഈ കേൾക്കാത്ത കുട്ടികളും ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ കഴിഞ്ഞ ദിവസമാണ് ചോദിക്കുന്നത് ആഡ് ചെയ്യോ ഇപ്പം. അപ്പൊ അത് അനൗൺസ് ചെയ്തിട്ടും അതൊന്നും ശ്രദ്ധിക്കാത്ത കുറെ പേരുണ്ട്. കുട്ടികളെ പറയാൻ പറ്റില്ല, അവർക്ക് എല്ലാവർക്കും ഫോണൊന്നും കയ്യിലുണ്ടാവില്ല. അപ്പൊ പാരന്റ്സ് അത് ശ്രദ്ധിച്ച് അവരെ ആക്റ്റീവാക്കുക. അവരുടെ പാഠ്യ വിഷയങ്ങളൊക്കെ ബാക്കി കിട്ടുന്ന സമയങ്ങൾ വെറുതെ മൊബൈൽ നോക്കാതെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പല രീതിയിലുള്ള കാര്യങ്ങളും വരാറുണ്ട്. അന്താക്ഷരി റൗണ്ട് അങ്ങനെ ഇങ്ങനെ വളരെ മാനസികമായിട്ട് കുട്ടികൾക്ക് ഉല്ലാസപ്പെടുന്ന കുറെ പ്രോഗ്രാമുകൾ ഇവർ സംഘടിപ്പിക്കാറുണ്ട്. അപ്പൊ ഇനിയും തുടർന്ന് കുട്ടികളോട് ഞാൻ പറയാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഘടിപ്പിക്കാൻ മറ്റു കുട്ടികളെ എല്ലാവരും ഉൾപ്പെടുത്തുക. ഒരിക്കൽ കൂടി പറയാണ്, നിങ്ങളുടെ മാത്രം സംഘടനയാണ്, കുട്ടികൾക്ക് വേണ്ടി നിലകൊള്ളുന്ന ലോകത്തിലെ ഒരേ ഒരു സംഘടനയാണ്. അപ്പൊ നിങ്ങൾ അതിനെ മാക്സിമം ഉപയോഗിക്കുക എന്നാണ് പറയാനുള്ളത്. ഇന്നിവിടെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ നമ്മുടെ ഒരു കുഞ്ഞു കുട്ടിയുണ്ട്. ആ കുട്ടി ഇന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന മേതിയ കുട്ടി. ആ കുട്ടിക്ക് മെമന്റോ കൊടുക്കുകയാണ്. മെമന്റോ കൈമാറുന്നതിന് വേണ്ടി സാറിനെ സംഘപൂർവ്വം
ക്ഷണിക്കുന്നു. നമ്മുടെ വാക്കുട്ടിയെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ റിയാലിറ്റി ഷോ തിരുവനന്തപുരത്ത് വെച്ച് നടന്ന സമയത്ത് ഒരു കുട്ടിക്ക് മൊമെന്റോ കൊടുക്കാൻ വിട്ടുപോയിരുന്നു. നമ്മുടെ പ്രിയപ്പെട്ട ജാൻവി കുട്ടിയാണ്. ജാൻവി കുട്ടിക്കും മൊമെന്റോ കൊടുക്കുന്നതിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. വൈകിയ വേളയിൽ നമ്മൾ വേഗം പ്രോഗ്രാമിലേക്ക് കടക്കുകയാണ്. എല്ലാവരും തീരുന്നത് വരെ പ്രോഗ്രാം ആസ്വദിക്കണമെന്ന് അറിയിക്കുകയാണ്. ഈ ചടങ്ങ്